ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും രാവിലെ ആയിട്ടുണ്ടാവും. എനിക്കും രാവിലെ ആയി. രാവിലെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, റെഡിയായി, അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി. അപ്പോൾ റൂം നമ്മളിപ്പോൾ തന്നെ വെക്കേറ്റ് ചെയ്യും. 11 മണി വരെ സമയമുണ്ട്, പക്ഷേ നമുക്കിവിടെ നിൽക്കാൻ സമയമില്ല. നമ്മളിത് ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പേ സാധനങ്ങൾ കടത്തുന്ന ചടങ്ങുണ്ടല്ലോ, ഇനി അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം ഓരോരുത്തരായിട്ട്. അമ്മ കടത്തൽ പരിപാടിയിലാണ്. നമ്മുടെ പ്ലേറ്റ്, ഗ്ലാസ്, പാത്രങ്ങൾ പറഞ്ഞിട്ട് എല്ലാം കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്രയും ഐറ്റമുള്ളൂ. ജ്യൂസൊക്കെ ഇവിടെ ഫ്രിഡ്ജുള്ളതുകൊണ്ട് ഒക്കെ ഫ്രീസറിനകത്ത് വെച്ചായിരുന്നു ഇന്നലെ. ഇതുണ്ട്, നാരങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഫ്രീസറിനകത്ത് വെച്ചു. അപ്പോൾ നമുക്കൊരു വൈകുന്നേരം വരെയൊക്കെ ഈ ഐസ് അങ്ങനെ നിന്നോളൂ. അപ്പോൾ നമുക്ക് തണുപ്പിന് പ്രശ്നമില്ല, നമ്മുടെ നല്ല വെള്ളമാണല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിരുന്നാൽ പിന്നെ പുറത്തുനിന്ന് ഒരുപാട് കുടിക്കേണ്ട. ഇതാ ആൾ റെഡിയായി. ഗുഡ് മോർണിംഗ്. അച്ഛൻ എൻ്റെ തലേണ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് അവിടെ പോകുമ്പോഴേ എൻ്റെ തലേണ ഭയങ്കര നിർബന്ധമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വേഗം ചെരുപ്പിട്ടോ, അമ്പലത്തേക്ക് പോകണം. ഷൂ ഇടാൻ സമയമില്ല എന്നല്ലേ, അത് കഴിഞ്ഞിട്ട് നീ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. എൻ്റെ തലേണ ഇനി ഒന്നുമില്ലല്ലോ, ഇവിടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം ഞാൻ എന്നാൽ ഇറങ്ങുകയായി. ഈ വീടിനോട് തൽക്കാലം ടാറ്റ, ബൈ ബൈ. ഇനി എപ്പോൾ കാണുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ തൽക്കാലം പോകുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു വീടായിരുന്നു. അപ്പം ഞാൻ പോവുകയായി. ഓക്കെ, ബൈ. സെക്രട്ടേറിയറ്റ് റൈറ്റ് സൈഡ്. അതിൻ്റെ അപ്പുറത്താണ് പോകണം. Turn left onto Birla Mandir Road. The Scientific Research Institute. Birla Mandir Road. ബിർള മന്ദിറിലേക്ക് പോകുന്ന വഴി ഏറ്റവും പാർക്കിംഗ് വേറെ. ഹൈദരാബാദ് അതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബിർള മന്ദിറിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് അവരുടെ തന്നെയാണ്, സ്ഥലം തന്നെയാണ്. അതായത് അവരുടെ സയൻസ് സെൻ്ററാണ്. ബിർള മന്ദിർ സയൻസ് സെൻറ്റർ കോംപ്ലക്സ് ആണ് അവരുടെ. ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. അതെ, ഇവിടെ വെറുതെ താഴേക്ക് ഇറങ്ങി പോകണ്ട. അവിടെ 50 രൂപ അവരുടെ തന്നെയാണ്. സയൻസ് സെൻ്ററാണ്. ഇനി ഇവിടുന്ന് നമ്മൾ അതെ അതെ ഇവിടെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശിവലിംഗം ഷോപ്പിങ്ങിൻ്റെ ഏരിയ കണ്ടാൽ ഞാൻ വലിഞ്ഞു പോകും. ഇവിടെ പൂജയുടെ സംഭവങ്ങൾ, അവരുടെ എന്തൊക്കെയൊക്കെ ഇവിടുന്ന് 2 മിനിറ്റ് നടക്കാനുണ്ട്. മുകളിൽ കാണുന്നതാണ്. അച്ഛന്ന് പിടിക്ക്. ഉള്ള വഴിയാണ്. അമ്മൂമ്മ എല്ലാം നടന്ന് ഒറ്റയ്ക്ക് നടന്നുണ്ട്. അച്ഛനത് അവിടെ എത്തി. നമ്മൾ പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് വേണ്ടി ആരും കാത്തിക്കില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞപ്പോൾ അവരവരുടെ വട്ടം മുകളിൽ കയറാൻ അത്യാവശ്യം നല്ല ഒരു സ്റ്റീപ്പല്ല, എന്നാലും അതാ ആളവിടെ സൈഡായി തുടങ്ങി. VIP ആണോ? കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നത് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഫില്ലായി പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് മാറ്റിയത്. ചെരുപ്പ് നമ്മളിവിടെ വെക്കണം. ഇനി വീഡിയോയും ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം ക്യാമറയും മൊബൈലൊക്കെ ഇവിടെ വെക്കണം. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് തിരിച്ച് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം നമ്മൾ ബിർള മന്ദിർ കഴിഞ്ഞു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, ഞാൻ തിരുപ്പതി പോയിട്ട് എനിക്ക് അവിടെ ഭഗവാനെ തൊഴുകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ
അതിപ്പോൾ സാധിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഹൈദരാബാദ് വന്നിട്ടാണ് വെങ്കടാചലപതിയെ കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. പത്മാവതിയമ്മയെ കണ്ടു, എല്ലാവരെയും കണ്ടു. എല്ലാവരും ബിർള മന്ദിറിലുണ്ടായിരുന്നു. അതുവരെ വരാനായിരുന്നു അന്ന് അവിടെ തടഞ്ഞത് തോന്നുന്നു. എന്തായാലും ഇവിടെ വന്നു, മനസ്സ് നിറഞ്ഞ് തൊഴുതു. അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നു. പിന്നെന്തോ ക്ഷേത്രത്തിലെ ഓണറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് സാധാരണക്കാർക്ക് മാറി നിൽക്കേണ്ടി വന്നു. അവരുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ കയറ്റിയത്. അപ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ ഇല്ല. പക്ഷെ മാർബിളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഭഗവാൻ ഗീത അർജുനന് ഉപദേശിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷേ എനിക്കിതാണ് അതിൽ ഭയങ്കരമായിട്ട് പറയാൻ തോന്നിയത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഹൈദരാബാദ് ചാർമിനാർ പോയപ്പോൾ കുറേ പേളും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഏതും ഇഷ്ടമായില്ല. പിന്നെ ഇഷ്ടമാവുന്നതിന് ഭയങ്കര റേറ്റ്. അപ്പോൾ അതൊക്കെ ആയിട്ട് അതവിടെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇനി യാദർശികമായിട്ട് ബിർള മന്ദിറിൻ്റെ അവരുടെ ബിൽഡിംഗ് തന്നെ അവിടെ തന്നെ ഉണ്ട് പേളിൻ്റെ പേളെന്നല്ല ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. എല്ലാം ഗ്യാരണ്ടി ഉള്ളതാണ്. അവർ കാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ മരിച്ചാലും ഇതിന് വാറണ്ടി ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല സാധനം തന്നെയാണ്, ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. എന്തെങ്കിലും ഡാമേജോ പൊട്ടലോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അതവർ പറഞ്ഞു, അവർ ഇൻഫോം ചെയ്താൽ മതി. നമ്മുടെ ക്യാഷും റീഫണ്ടാണ്. വിശ്വസിക്കാവുന്ന പോലെയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ എടുത്തു. അതിൻ്റെ സെറ്റായിട്ട് തന്നെ എടുത്തു. എനിക്ക് അത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒറിജിനൽ തന്നെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അതെന്തായാലും വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ 2 കാര്യങ്ങൾ എനിക്കിവിടെ സാധിച്ചു. ഇനിയിപ്പോൾ 2 ക്ഷേത്രങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ഷേത്രങ്ങളിൽ പോകുന്നതല്ല, നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അത് ഭയങ്കരമായിട്ട് മൊബൈലൊക്കെ അവിടെ വാങ്ങി വെച്ച് ഭയങ്കര സ്ട്രിക്റ്റാണ്. അല്ല, അതിൻ്റെ ഒരു പവിത്രത കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാമോജി ഫിലിം സിറ്റിയിൽ എത്തിയിട്ടാവും ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിക്കണം. അതിൻ്റെ ഇടയിൽ റോഡിൽ വല്ലതുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ഇനി നേരെ നമുക്ക് അങ്ങോട്ടാണ് കാണിക്കാൻ പോണത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ലൈറ്റ് ക്യാമറ സെലിബ്രേഷൻസ്, രാമോജി ഫിലിം സിറ്റി. Your destination is on the left. വാവ്, ഇതൊരു ഡ്രീമാണ്. സിനിമാ ലോകം. വേ ടു ടിക്കറ്റ് കൗണ്ടർ. അപ്പം നമ്മൾ രാമോജി ഫിലിം സിറ്റിയിലെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിൽ അവരുടെ ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കയറി. നമ്മുടെ കയ്യിൽ വെള്ളം മാത്രം കൊണ്ടുപോകാം, ബാക്കിയുള്ളതൊക്കെ ഇവിടുന്ന് വാങ്ങി കഴിക്കണം എന്നാണ്. നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. ചൈൽഡ് ടിക്കറ്റ്, അഡൾട്ട് ടിക്കറ്റ് അബോവ്. ഇത് ഓൺലൈനല്ല കേട്ടോ, ആ വന്നാൽ നമുക്ക് വന്നത് എടുക്കണമല്ലേ നല്ലത്. ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. നമ്മളിപ്പോൾ ഓഫ്ലൈന് നേരിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. 1947 രൂപ വരുന്നുണ്ട് ഒരാൾക്ക്. ജനറൽ ഡേ ടൂർ. അവരൊക്കെ എൻട്രി ചെയ്തു. നമുക്ക് കയ്യിലൊക്കെ ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുതിയൊരു അടയാളം കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു വണ്ടി നമുക്ക് നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ ആ സംഭവമുണ്ട്, വണ്ടിയുണ്ട്. ഏകദേശം 1947 ഇൻക്ലൂഡിങ് GST ഒരാൾക്ക്. ഇതാണ് ബസ്, ഇതിലാണ് പോകുന്നത്.
कंटिन्यूस चलते रहते हैं। ചാർലി ചാപ്ലിൻ. സ്പെക്ടാക്കുലർ. Ladies and gentlemen, boys and girls, welcome to the Lotus Hall, where you are about to experience a spectacle of shadow and ultraviolet light. നമ്മളവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു ഇതാണ്, വേറൊരു ലോകം. ഓരോ സമയം ഓരോ സ്ഥലത്തു കൂടെ വരുന്നുണ്ട്. നമുക്ക് തന്നെ പിടുത്തല്ല കേട്ടോ ഇപ്പം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. പാറകളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഒരുത്തൻ ടയേർഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനാദ്യം വിചാരിച്ചത് മരമാണെന്നാണ്. മരം പീസാക്കി വെച്ചിരിക്കുകയാണ്. ആ കാർഡ് ബോർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ, ഇതാണ് നല്ലത് കുറച്ചുകൂടി. എന്താ പറയുക, കാണാൻ നല്ല സൗകര്യമുണ്ട്. നല്ല സുഖം. അതെന്താടാ മുകളിൽ കവറിങ് ആണല്ലോ വിൻറ്റേജ് ബസ്. നല്ല നല്ല ഒന്നാം തരം ബസ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബസ്സുകളൊക്കെ. വിൻറ്റേജ് ബസ്. ഇതാണ് നമ്മൾ, ഇതുപോലെയാണ് നമ്മുടെ ബസ്. റാമോജി ഫിലിം സിറ്റി. ഒന്ന് കയറിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായില്ലേ. അവര് 7 മണിക്കൂറാണ് രാവിലെ വരിക. എന്നാലും ഈ പൈസ മുതലാവും. ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. കാരണം തലവേദനിച്ച് രാവിലെ കയറിയാൽ ഷോകളുണ്ട്. കാണേണ്ട തന്നെയല്ലേ, നന്നായിട്ടുണ്ട്. അതെ അതെ, നമ്മളെ എത്ര ഭംഗിയായിട്ടാ പറ്റിക്കണം എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയാം. നമ്മൾ പ്രഷർ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമ കാണുക. ആ ബൈക്ക് പോവുകയോ മറിയോ അല്ലേ, എന്തൊക്കെ പ്രഷർ. ഇനി നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. ഇത് ഗൈഡാന്ന് വിചാരിക്കുന്നു. Good afternoon, ladies and gentlemen. Good afternoon. Namaste. Welcome to world's largest film studio complex, Ramoji Film City. So myself, Prashant, I am your tour guide. This place called Eureka. इस जगह को Eureka कहते हैं. Place की Eureka अंडर. Shows, rides, attractions, restaurants, merchandising shop. यहीं पे रहते हैं. So apart from this, now we are going to see Ramoji Film City sightseeing to enjoy the beautiful gardens, fountains and film sets. Are you ready? Yes. Thank you. Left hand side ऊपर देखिए Ramoji Movie Magic. Open up to 4 o'clock. 4 बजे तक रहता है. Which has 3 attractions, 1 show. और here Ramoji Film City certified as the world's largest film studio complex, which has 1,666 acres, 1664 acre of land. Vrindavan.
दिल्ली मैसूर आप एक ही जगह पर देख सकते हैं ओके प्लेस से చూడొచ్చు this place used for the shootings and also marriages not duplicate real marriages कोई भी कर सकता है if you are planning for wedding please come to Ramoji Film City और लेफ्ट हैंड साइड देखिए सियारा गार्डन इट्स फेमस फॉर ग्रुप सॉन्ग ये सबसे ऊंचा फाउंटेन है रामोजी फिल्म सिटी में अति एत्तैन फाउंटेन एंशिएंट ऑल द बेस्ट में देख सकते हैं टाइटल सॉन्ग के अंदर कटगा मखंडा बोटुगाडु मूल చూడొచ్చు एक ग्रीक आर्किटेक्चर से बनाए से ग्रीक आर्किटेक्चर तो निर्मिంచలేదు रॉकस्टार मूवी देखे आप लोग लेफ्ट हैंड साइड देखिए फॉर यूनिवर्सिटी कॉलेज एंट्रेंस वॉकिंग सीन्स टुवर्ड्स बीच और ये राउंड गार्डन देखिए करिश्मा गार्डन शूटिंग समय पे हीरोइन जिस कलर के कॉस्ट्यूम्स पहनते हैं उसी कलर के फ्लावर्स यहाँ पर डेकोरेट करते हैं సినిమాలో హీరోయిన్ ఏ కలర్ కాస్ట్యూమ్ వేసుకుంటే ఆ కలర్ ఫ్లవర్స్ అక్కడ डेकोरेट చేస్తారు नेचुरल फ्लावर्स डिड यू सी ट्रिपल आर मूवी आरआरआर मूवी देखे आप लोग प्लीज लुक बैक पीछे देखिए कैन यू गेस विच सीन शॉट ऑन दिस रोड यस हीरो बाइक पे आते हैं हीरोइन के कार पंक्चर करते हैं ना हीरोइन कार टायर पंक्चर सीन वाज शॉट हियर स्टैचू बिठाते गॉड अल्लाह भगवान सॉन्ग स्टैचू ब्लास्टिंग सीन तेलुगु एंड तमिल फेमस मूवी चंद्रमुखी చూశారా लगा 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 बिल्डिंग सरकार राज सूर्यवंशी में केवड़ा ठाकुर की हवेली है साहो हाई कोर्ट केजीएफ महबूबा सॉन्ग ट्रिपल आर दिस इज द एमपी बिल्डिंग नॉट मेंबर ऑफ पार्लियामेंट इट इज मल्टीपर्पस बिल्डिंग one building multiple elevations it can be shown as a palace high court college haveli depends on director's script गोल्ड पेन लगा गोल्डन टेंपल व्हाइट पेन लगा इतना बुलंद है आप जाके धक्का मारो तो गिर जाता है प्लास्टर ऑफ पेरिस तेलुगु मूवी भीमला नायक मूल చూడొచ్చు टाइटल सॉन्ग ट्रिपल आर मूल చూడొచ్చు बाइक मैकेनिक सेट जनता गैरेज ई कार रेस गुर्रा मसाला बाहुबली श्रीमंतुडु लक्की भास्कर रिसेंटली राजा साहब इकडे शूट చేశారు सामने देखिए गेटवे ऑफ इंडिया मुंबई एंड दिस इज द ताज महल मस्जिद व्हाइट पेंट लगा ताज महल ग्रीन पेंट लगा मस्जिद छावा मूवी देखे आप लोग छावा फाइट सीन वाज शॉट हियर बुरहानपुर फाइट सीन ये भी शूट हुआ था छावा में एंड PS1 पुनियन सलमान फोर्ट एंट्री सीन कत्ती जिला ग्यारहवीं मोहिनी विश्वासम ये नॉर्मल शॉट्स ड्यूरिंग शूटिंग टाइम ओपन और द डेज क्लोज लॉकडाउन and this first building Telugu movie श्रीमंतुडु श्रुति हसन गर्ल्स हॉस्टल में देख सकते हैं और फर्स्ट बिल्डिंग तेलुगु मूवी अत्तारिंटी की दार्ति मूल చూడొచ్చు सुनंदा निलेम हाउस सेकंड बिल्डिंग दिल वाले काजल हाउस लास्ट बिल्डिंग जय हो रन्ना विश्वासम लय भारी देखे ना लय भारी में रहते देशमुख का घर है वो यस सो एक ही बिल्डिंग में देखिए 4 डिफरेंट एलिवेशंस रहते हैं एक तरफ हीरो का घर है पीछे हीरोइन का विलन का उधर कॉमेडी का ओके बिल्डिंग लॉटर लेकिन फिल्मों में अलग എല്ലാവരും ഒരു വീട്ടിലാണ് डोर ओपन करो तो चारों अंदर मिलते हैं शूटिंग चलते रहे सर यहाँ पे देखिए लेडीज सेंट्रल जेल लेडीज अंदर गए तो बाहर नहीं आते क्यों पता है अंदर ब्यूटी पार्लर है कब्बर सीन कोंडाविडम प्रांतम कबड्डी कबड्डी सीन लेजेंड फाइट सीन स्वान शंकर आइटम सॉन्ग्स भागवत केसरी पुष्पा 2 was shot here चित्तूर मार्केट बड़े मियां छोटी मियां में देख सकते शराफत अली चौर बाजार कभी नहीं में रेड एरिया चेन्नई एक्सप्रेस में देख सकते चेजिंग सीन ब्लास्टिंग सीन पुलिस गिरी में फाइट सीन्स बीच में देखिए गांधी स्टैचू गांधीनगर नेहरू स्टैचू नेहरू नगर जो स्टैचू नगर बन जाता है तब दिखाते स्वीट शॉप्स क्लॉथ शॉप्स टी कॉफी रेस्टोरेंट्स थोड़े से जूनियर आर्टिस्ट को लेके आके ओरिजिनल मार्केट जैसे दिखाते हैं इसे फिल्मों में एक ओरिजिनल मार्केट में शूटिंग करना हो तो बहुत डिस्टर्बेंस होता है ना इसलिए डायरेक्टर यहाँ पे आके शूटिंग करता है एंड दिस इज द तेलुगु मूवी गब्बर सिंह पुलिस स्टेशन एंड सिंघम रिटर्न आल्सो यस पुलिस स्टेशन समटाइम इट कैन बी चेंज पोस्ट ऑफिस ग्राम पंचायत डिपेंड्स ऑन डायरेक्टर स्क्रिप्ट So don't think duplicate. ये पक्का ओरिजिनल बिल्डिंग है। ഇത് മാത്രം Do you know ETV news? जानते हैं आप लोग न्यूज़ ETV? The brown color, beautiful design. ETV channels building is ETV telecast होता है. And the last building, Enadu head office, which is the largest
circulated Telugu daily newspaper in AP and Telangana. These are the corporate buildings. बाहुबली मूवी देखे ना, आप लोग शेयर करा। शिवगामी में हम बच्ची को बचाते ना पानी में, वो पानी इधर, ये इधर नदी किंगडम एंकल ఉంటుంది बाहुबली साम्राज्य किंगडम। तो नेक्स्ट बस आपको बाहुबली सेट को लेके जाएगा। नेक्स्ट बस में को बाहुबली सेट की తీసుకెళ్తారు। I'm going to share general information about Film City. Ramoji Film City founder. So now we are going to see most dangerous place. Any guess? Jail. Central Jail. Have you been to jail? कभी गए आप लोग जेल में? First time. Without any crime. बिना गुनाह के जेल के अंदर. Right hand side देखिए. Ladies interrogation scenes, hanging scenes. तेलुगु मूवी कैदी नंबर 1, काटन राइडो, नीनो राजा, नीनो मंत्री, जेलर, सल्ला, डीजे टिल्लू, पुष्पा 2. हिंदी मूवी रॉक स्टार, मद्रास में ऊपर शूट हुआ था, इकडे शूट जैसे वाइट ब्लॉक शेखावत पुलिस स्टेशन। और सलमान खान मूवी तेरे नाम में देखिए मेंटल हॉस्पिटल। लेफ्ट हैंड साइड देखिए दुरिशम पुलिस स्टेशन, डेड बॉडी एडिंग सीन, बॉडी को छुपा कर रखते हैं ना, बॉडी अभी तक नहीं मिला, शिफ्ट हो गया। And this is the Delhi Central Jail, right hand side Hyderabad Central Jail. Here you can see 3 jails, 4 jail okay place था, 3 jail एक साथ देख सकते हैं। बड़े सेंटर जेल वर्ल्ड में किधर भी नहीं रहते एक साथ 3 jail। അടുപ്പിച്ച് രണ്ട് क्योंकि कैदी इसको एक जेल से दूसरे जेल शिफ्ट करते हैं ना, they change the boat. Mumbai, Hyderabad, it take only 2 minutes. മുംബൈ Its biggest shooting floors, BSF. So we have total 10 floors, AC, non-AC. ये floors अंदर से पूरा एग्जाम्पल ब्लॉकबस्टर मूवी बाहुबली देखे ना, वाटरफॉल सीन्स, अल्लू अर्जुन मूवी पुष्पा, आइटम सॉन्ग्स, पुष्पा 2 यात्रा सीन, किडनैपिंग फाइट सीन्स, वहां पर जाए बिना। Do you want to see the floors? आप लोग देखना चाहेंगे फ्लोर्स अंदर कैसा रहता है? I will show you one floor. This blue color building inside mythological sets, Bhagavatam, Ras, Darbar. Now we are going to use small break here. So please see the set. After seeing the set, railway station you will get the bus. ये सेट देखने के बाद इसके पीछे रेलवे स्टेशन में आपको दूसरा बस मिलेगा। भागवतम से చూసిన తర్వాత ఇంకా రైల్వే స్టేషన్ లో మీకు వేరే బస్సెస్ ఉంటాయి। यहीं तक अपना टूर समाप्त होता है। I hope everybody can enjoy this short trip. Before alighting the bus, please take your belongings and your kids. Thank you. Have a wonderful day. Thank you. ഭാഗവതം ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്, പണ്ടത്തെ ഭാഗവതം. ഭാഗവതമല്ലേ? ഭാഗവതം ഒരു ഭാഗവതം എഴുതിയിരിക്കണം, സ്ഥലത്തിന്റെ പേര് ഭാഗവതം അല്ലേ? മേലെ കണ്ട ഫുള്ള് മഹാഭാരതവും കണ്ടു, രാമായണം കണ്ടു. പണ്ടത്തെ രാമായണം അല്ലേ? അല്ല പണ്ടത്തെ രാമായണം അല്ലേ? ഇതും പണ്ടത്തെ മഹാഭാരതം ആയിരിക്കില്ലേ? നമ്മുടെ ട്രെയിൻ അതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ഹൈദരാബാദ്. ഇപ്പൊ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബസ് കിട്ടുന്ന പറഞ്ഞു. ഡ്രൈവിങ് കാറിൻ്റെ അവസാനിപ്പിച്ചു, പിന്നെ നമുക്ക് ട്രെയിനിൽ പോവാം ബാക്കി യാത്ര. ഇതാ രാമേശ്വരം എക്സ്പ്രസ് ആണ്. രാമേശ്വരം നമ്മൾ വന്ന വഴി തിരിച്ചു അവർ രണ്ടും കൂടി പോവാണ്, നമ്മളില്ല തന്നെ. എവിടെ മഹാദേവനെ കണ്ടിട്ട് എവിടെ പോണു? ഓ രാമേശ്വരം എക്സ്പ്രസ്. ബാഹുബലി സെറ്റ്, ബാഹുബലി
ബാഹുബലിയുടെ മിനിയേച്ചർ. കോട്ടവാതിൽ. പാട്ടകണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ദേവസേന. നമുക്കിവിടെ ഇതൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റുന്ന. ഒന്ന് പോസ്റ്റ് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ഇത് ഞാൻ ചെയ്ത പണിയാണ് കേട്ടോ. അതിനെ കറക്കി വിട്ടതാണേ. അയാൾ അതിൻ്റെ മേലെ ഇരുന്നിട്ടല്ലേ ഇങ്ങനെ വരാറ്. മനുഷ്യന്മാരുടെ തലയൊക്കെ വെട്ടുന്ന ആ യുദ്ധത്തിൽ കാണിക്കുന്ന സീനാണത്. കാല് മേൽഭാഗം. പൽവാൽ ദേവൻ. ബാഹുബലിക്കില്ലല്ലോ, പൽവാൽ ദേവനാണ് പറയുന്നത്. മറ്റേ അമ്പ് വിടുന്ന മെഷീൻ. ഇതിപ്പോൾ ഒരു ഹോട്ടൽ പോലെ നടക്കുന്നുണ്ട് ഇവിടെ. ബാഹുബലി ദർബാർ എന്ന് പറഞ്ഞിട്ട് ദർബാർ പറഞ്ഞിട്ട് ഇതിവിടെ ഹോട്ടൽ നടക്കുന്നു. കോട്ടയുടെ തൊട്ടിപ്പുറത്ത് മറ്റേ തേര്. ബാഹുബലി ഫസ്റ്റിലാണ് ആനയെ കൊണ്ട് തള്ളിക്കൊണ്ട് വരില്ലേ, തേരാണത്. ഇത് പാർട്ട് 2-ത്തെ വണ്ടി. നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. 3rd ലൊക്കേഷൻ അല്ല 4th ലൊക്കേഷൻ. യൂറോപ്യൻ സ്ട്രീറ്റ്സ് ഉണ്ട് ഇവിടെ, എയർപോർട്ട് ഉണ്ട് ഇവിടെ. യൂറോപ്യൻ സ്ട്രീറ്റ്. അവരുടെ വീട് രീതികളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷൂട്ടിംഗ് ഉണ്ട്. ഒന്ന് ലൈവ് പെർഫോമൻസ് ഉണ്ട്. Please look at the OptiTrack cameras. Total 16 cameras are there. ऊपर लगे हुए कैमरास को OptiTrack cameras कहा जाता है? पूरा 16 cameras है ऊपर. And also you can see our artist wearing a special costume which has the sensor on it. हमारा आर्टिस्ट अलग किस्म का कॉस्ट्यूम पहने हुए, उनके ऊपर सेंसर्स लगे हुए हैं. Now you can look at the chair. अब आपके सामने चेयर को देखिए. He is lifting the chair. That chair is also having the same sensors like the dress. Because of that, you can see that chair has big rock on the screen. Dress की तरह chair के ऊपर भी है sensors. ഫൈനലി ഞങ്ങളത് അവിടെ ഉണ്ട്. അതിലുണ്ട് നടന്നു വരുന്നത്. ബാക്കി അടുത്ത പാർട്ടിൽ.